السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള ശ്രോതാക്കളെ, നാം ഖുർആൻ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഫാത്തിഹയിലെ ബിസ്മിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തിരുന്നത്. ബിസ്മിയിലെ ബാ സൂചിപ്പിക്കുന്ന രഹസ്യാർത്ഥവും അതുപോലെ സീന് സൂചിപ്പിക്കുന്ന രഹസ്യാർത്ഥവുമാണ് കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ സബ്ജക്റ്റ് വിഷയം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ബിസ്മി എന്നതിലെ മീമിൽ ഒളിഞ്ഞു കിടക്കുന്ന അതിൻ്റെ സിർറ്, അതിൻ്റെ ശരിയായ അർത്ഥം. ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീനുർ റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു, ഫമഅനാഹു, മീമിന്റെ അർത്ഥം, അന്ന മിനൽ അർശി ഇലാ മാ തഹ്ത സറാ മിൽകഹു വ മുൽകഹു. അർശ് മുതൽ ഭൂമിയുടെ താഴ്ഭാഗം വരെ അല്ലാഹുവിന്റെ അധികാരവും ഉടമവകാശവും ഉണ്ട് എന്നാണ് ബിസ്മിയിലെ മീമ് നൽകുന്ന ശരിയായ അർത്ഥം. അർശ് മുതൽ ഭൂമിയുടെ താഴ്ഭാഗം വരെ അല്ലാഹുവിന്റെ അധികാരവും ഉടമാവകാശവും ഉണ്ട്, അല്ലാഹുവിനുണ്ട് എന്നാണ് ബിസ്മിയിലെ മീമിൽ നിന്ന് ലഭിക്കുന്ന ശരിയായ മാന. ഇമാം സുദ്ദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ തഫ്സീറുൽ കബീറിലുണ്ട്. ഇമാം സുദ്ദി റളിയല്ലാഹു അൻഹു പറയുന്നു, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ജനങ്ങൾക്ക് ജലക്ഷാമം നേരിട്ടു. അപ്പോൾ ജനങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, യാ നബി അല്ലാഹ്, ലൗ ഖറജ്ത ബിന്നാസി ഇലൽ ഇസ്തിസ്ഖാഇ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളെയും കൂട്ടി നിങ്ങൾ മഴ തേടുന്ന നിസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് ജനങ്ങൾ പറഞ്ഞു. അങ്ങനെ സുലൈമാൻ നബിയും സമൂഹവും ഒഴിഞ്ഞ പ്രദേശത്തേക്ക് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ ഒരു ഉറുമ്പത രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈകൾ നീട്ടി പറയുന്നു, അല്ലാഹുമ്മ അന ഖൽഖും മിൻ ഖൽഖിക വലാ ഗിനാലി അൻ ഫളിക. അല്ലാഹുവേ, ഞാൻ നിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്, നിന്റെ കാരുണ്യത്തെ തൊട്ട് എനിക്ക് ഐശ്വര്യമില്ല, നിന്റെ കാരുണ്യം എനിക്ക് ആവശ്യമാണ് എന്ന് ആ ഉറുമ്പ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇമാം സുദ്ദി എന്നവർ പറയുന്നു, ആ ഉറുമ്പിന്റെ പ്രാർത്ഥന കാരണം അല്ലാഹു അവർക്ക് മഴ ചൊരിഞ്ഞു കൊടുത്തു. തുടർന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് പറഞ്ഞു, ഇർജിഉ
ഫഖദ് ഇസ്തജീബ ലക്കും ബിദുആഇ ഗൈരിക്കും, ഇർജിഊ നിങ്ങൾ മടങ്ങുക, ഫഖദ് ഇസ്തജീബ ലക്കും നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു, ബിദുആഇ ഗൈരിക്കും നിങ്ങളല്ലാത്തവരുടെ പ്രാർത്ഥന കാരണം നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെട്ടിരിക്കുന്നു. ഈ സംഭവം തഫ്സീറുൽ കബീറിന്റെ 1-ാം വാള്യം 156-ാം പേജിൽ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാഹുവിന്റെ അധികാരത്തിന്റെ വ്യാപ്തിയാണ്. മനുഷ്യരിൽ മാത്രമല്ല, അവന്റെ അധികാരവും ഉടമവകാശവും അർശ് മുതൽ 7-ാം ഭൂമിയുടെ താഴ്ഭാഗത്തുള്ള ഉറുമ്പിനെ വരെ നിയന്ത്രിക്കുന്നത് അവന്റെ അധികാരത്തിലാണ്. അല്ലാഹു എത്ര മഹാനാണ്! അപ്പൊ ബിസ്മി എന്നതിലെ ഓരോ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്ന സിർരിയായ അർത്ഥങ്ങളാണ്, രഹസ്യാർത്ഥങ്ങളാണ് നാം ഇതേവരെ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബിസ്മില്ലാഹ്, അല്ലാഹ് എന്ന വാക്കിനെ കുറിച്ചാണ്. അല്ലാഹ് എന്ന വാക്കിനെ കുറിച്ചുള്ള വിശദമായ ചർച്ച അസ്മാഉൽ ഹുസ്നയുടെ 2-ാം ക്ലാസ്സിൽ വിശദമായി ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അവിടെ നോക്കിയാൽ അത് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലാഹ് എന്നതിന്റെ വിശദമായിരിക്കുന്ന അർത്ഥങ്ങളും അതിലെ വിശദമായ ആശയങ്ങളും. ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുന്നു, ഫഅലമു അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ നിങ്ങൾ അറിയണം, അന്നി അഖൂലു തൂല ഹയാത്തി അല്ലാഹ്, എന്റെ ജീവിതകാലം മുഴുക്കെ ഞാൻ പറയും അല്ലാഹ്. ഞാൻ മരിച്ചാൽ ഞാൻ പറയും അല്ലാഹ്. ഫൈദാ മിത്തു അഖൂലു അല്ലാഹ്, ഞാൻ മരണപ്പെട്ടാൽ ഞാൻ അല്ലാഹ് എന്ന് പറയും. വൈദാ സുഇൽതു ഫിൽ ഖബരി അഖൂലു അല്ലാഹ്, ഖബറിൽ വെച്ച് എന്നോട് ചോദിക്കപ്പെട്ടാൽ അല്ലാഹ് എന്ന് ഞാൻ പറയും. വൈദാ ജിഅ്തു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഞാൻ വന്നാൽ അഖൂലു അല്ലാഹ്, അല്ലാഹ് എന്ന് ഞാൻ പറയും. വൈദാ അഖത്തുൽ കിതാബ, നന്മ തിന്മകൾ എഴുതിയ കിതാബിനെ, ഏടിനെ ഞാൻ പിടിച്ചാൽ അഖൂലു അല്ലാഹ്, അല്ലാഹ് എന്ന് ഞാൻ പറയും. വൈദാ ഉസിനത്ത് അഅമാലി, എന്റെ അമലുകൾ തൂക്കപ്പെട്ടാൽ, എന്റെ കർമ്മങ്ങൾ തൂക്കിയാൽ അഖൂലു, ഞാൻ പറയും അല്ലാഹ്, അല്ലാഹ് എന്ന് ഞാൻ പറയും. ഫൈദാ ജുസ്തു സിറാത്ത, സിറാത്ത് പാലം കടന്നാൽ ഞാൻ പറയും അല്ലാഹ്. വൈദാ ദഖൽതുൽ ജന്നത അഖൂലു അല്ലാഹ്, സുഖലോക സ്വർഗത്തിൽ ഞാൻ കടന്നാൽ അല്ലാഹ് എന്ന് ഞാൻ പറയും. വൈദാ റഅയ്തുല്ലാഹ ഖുൽതു അല്ലാഹ്, അല്ലാഹുവിനെ ഞാൻ കണ്ടുമുട്ടിയാൽ, അല്ലാഹുവിനെ ഞാൻ കണ്ടാൽ ഖുൽതു അല്ലാഹ്, അല്ലാഹ് എന്ന് ഞാൻ പറയും. ബഹുമാനപ്പെട്ട ഇമാം റാസിയുടെ വാക്കാണ് ഞാൻ വായിച്ചത്. തഫ്സീറുൽ കബീറിന്റെ 1-ാം ജുസുയിലെ 155-ാം പേജിൽ റാസി തങ്ങൾ പറയുന്നു, ജനനം മുതൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അല്ലാഹ് എന്ന ദിക്റിലും ഫിക്റിലും ആയിരിക്കണം മനുഷ്യൻ എന്നാണ് റാസി ഇമാമിന്റെ ഈ ഉദ്ധരണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു, റഹ്മാൻ, റഹീം, ഈ 3 നാമങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിലുള്ളത്. ഈ 3 നാമങ്ങൾ പരാമർശിച്ചതിലെ യുക്തി എന്താണ്?
അതിലെ രഹസ്യം എന്താണ് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൽ അഭിസംബോധനം ചെയ്യപ്പെട്ടവർ 3 വിഭാഗങ്ങളാണ്. ഖുർആനിലെ മുഖാത്തബീങ്ങൾ 3 വിഭാഗങ്ങളാണ്. സൂറത്തുൽ ഫാത്തിറിലെ 32-ാം സൂക്തം പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഫമിന്നും വാലിമുൽ ലിനഫ്സി വമിന്നും മുഖ്തസിദ് വമിന്നും സാബിഖും ബിൽ ഖൈറാത്ത്. അവരുടെ കൂട്ടത്തിൽ സ്വന്തത്തോട് അന്യായം ചെയ്തവരുണ്ട്, അക്രമം ചെയ്തവരുണ്ട്. വമിന്നും വാലിമുൻ ലിനഫ്സി, അവരുടെ കൂട്ടത്തിൽ സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചവരുണ്ട്. വമിന്നും മുഖ്തസിദുൻ, മധ്യനിലപാടുകാരും അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, അള്ളാഹുവിന്റെ അനുമതിയോടെ നന്മകളിൽ മുൻകടന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോ സ്വന്തത്തോട് അതിക്രമം ചെയ്തവർ, മധ്യനിലപാടുകാർ, അള്ളാഹുവിന്റെ അനുമതിയോടെ നന്മകളിലേക്ക് മുൻകടന്നവർ, ഇങ്ങനെ 3 വിഭാഗങ്ങളായി മുഖാത്തബീങ്ങളെ വേർതിരിച്ചിട്ടുണ്ട്. ഈ 3 വിധം മുഖാത്തബീങ്ങളോടുമുള്ള 3 വിധത്തിലുള്ള മറുപടികളാണ് അല്ലാഹു റഹ്മാന് റഹീം എന്നുള്ളത്. അതിന്റെ ഭാഗമായാണ് അല്ലാഹു പറയുന്നു, അനല്ലാഹുൽ സാബിഖീൻ, നന്മകളിൽ മുൻകടന്നവർക്ക് ഞാൻ അല്ലാഹുവാണ്. അർ റഹ്മാനു ലിൽ മുഖ്തസിദീൻ, മധ്യ നിലപാടുകാർക്ക് ഞാൻ റഹ്മാനാണ്. അർ റഹീമു ലിൽ ളാലിമീൻ, സ്വന്തത്തോട് അന്യായം ചെയ്തവർക്ക് ഞാൻ റഹീമുമാണ്. കണ്ടോ? അപ്പോ അല്ലാഹ്, റഹ്മാന്, റഹീം, ഈ 3 വിശേഷണങ്ങൾ, ഈ 3 പദങ്ങൾ 3 വിഭാഗത്തോടാണ്. അല്ലാഹ് എന്നുള്ളത് സാബിഖീങ്ങളോട്, ഖൈറാത്തിലേക്ക് മുൻകടന്നവരോട്. റഹ്മാൻ എന്നുള്ളത് മുഖ്തസിദീങ്ങളോട്, മധ്യനിലപാട് സ്വീകരിച്ചവരോട്. റഹീം എന്നുള്ളത് ളാലിമീങ്ങൾ, സ്വന്തത്തോട് അന്യായം ചെയ്തവർക്ക് ഞാൻ റഹീമാണ്, ഞാൻ കാരുണ്യവാനാണ്. അപ്പോൾ ബിസ്മി എന്നതിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരർത്ഥമുണ്ട്. അത് നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ബിസ്മി ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ബിസ്മിയുടെ അർത്ഥം അല്ലാഹു ഇപ്രകാരം പറഞ്ഞതുപോലെയായി, നിന്നിൽ നിന്നൊരു കാര്യം ഞാൻ അറിയും, ആ കാര്യം നിന്റെ മാതാപിതാക്കൾ അറിയുകയാണെങ്കിൽ അവർ നീയുമായി പിരിയും. നിന്റെ ഭാര്യ അറിയുകയാണെങ്കിൽ അവൾ നിന്നോട് പിണങ്ങും. സമൂഹം അറിയുകയാണെങ്കിൽ അവർ നിന്നിൽ നിന്ന് ഓടി അകലും. അയൽവാസി അറിയുകയാണെങ്കിൽ അവർ വീട് തകർക്കാൻ പരിശ്രമിക്കും. എന്നാൽ ഇതെല്ലാം ഞാൻ അറിയും. എന്റെ ഔദാര്യം കൊണ്ട് ഞാനത് മറച്ചു വെക്കുന്നു. ഞാൻ ഔദാര്യവാനായ ഇലാഹാണെന്ന് നീ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇതാണ് ബിസ്മിയിലെ ആകത്തുകയോ നാം മനസ്സിലാക്കേണ്ടുന്ന അർത്ഥം. ഇക്കാര്യം തഫ്സീറുൽ കബീറിന്റെ 1-ാമത്തെ വാള്യത്തിലെ 155-ാം പേജിൽ പറഞ്ഞതായിട്ട് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമുകളൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.